മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലെ ആവേശക്കടലിനെ സാക്ഷിയാക്കി ഇംഗ്ലണ്ടിനെ അവരുടെ നാട്ടിലേക്ക് യാത്രയാക്കി സൂര്യകുമാറും സംഘവും 2020 ലോകകപ്പ് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി എതിരാളി ന്യൂസിലാൻഡാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഇന്നിംഗ്സ് അവസാനിച്ചിടത്തു നിന്നും അതേ നാണയത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ ടീം ഇന്ത്യയുടെ ഭാഗ്യമൈതാനമായ വാങ്കഡയിലും അവതരിച്ചപ്പോൾ ടീം സ്കോർ 253-ലെത്തി. എന്നാൽ ജേക്കബ് ബദേലിന്റെ സെഞ്ചുറി നേട്ടത്തിന്റെ തോളിലേറി ഇംഗ്ലീഷ് ടീം നടത്തിയ പോരാട്ടം കയ്യടി അർഹിക്കുന്നതാണ്. വിൻഡീസിനെതിരായ നിർണായക കളിയിൽ സഞ്ജു രക്ഷകനായതുപോലെ സെമിയിൽ ഇംഗ്ലണ്ടിന്റെ രക്ഷകനായി ബദേൽ അവതരിപ്പിക്കുന്ന തോന്നിപ്പിച്ചെങ്കിലും ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറിമറിഞ്ഞതോടെ മുംബൈയിൽ ഇന്ത്യ ചിരിച്ചു. 48 പന്തിൽ 7 സിക്സറുകളുടെയും 8 ഫോറുകളുടെയും അകമ്പടിയോടെയാണ് ബദേൽ 105-ലെത്തിയത്. ഇംഗ്ലീഷ് നിരക്കെതിരെ പന്തെറിഞ്ഞു തുടങ്ങിയ മധ്യ ഓവറുകൾ പിന്നിട്ടതോടെ നിർണായക മത്സരം ഇന്ത്യ കൈവിടുമോ എന്ന ആശങ്ക ആരാധകരിലുണ്ടായിരുന്നു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 68 റൺസ് എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട്. പിന്നീട് നടത്തിയത് ഒരു ധീരമായ പോരാട്ടമാണ്. എന്നാൽ ഇവിടെ ഇന്ത്യക്ക് രക്ഷയായത് ചില നിർണായക ഘടകങ്ങളാണ്. ഫീൽഡിൽ ക്യാച്ചുകൾ വിട്ടുകളയുന്നതിൽ ഒട്ടും മടി കാണിക്കാതിരുന്ന ഇന്ത്യൻ താരങ്ങൾ മുംബൈയിൽ അങ്ങനെ ആയിരുന്നില്ല. ഫിൽ സാൾട്ട് പുറത്തായതിനു പിന്നാലെ ക്രീസിലെത്തിയ നായകൻ ഹാരി ബ്രൂക്കിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷ. മറുവശത്ത് ജോസ് ബട്ട്ലർ ഉണ്ടായിരുന്നെങ്കിലും തുടരുന്ന മോശം ഫോം ഇംഗ്ലണ്ടിനെ അലട്ടുന്നുണ്ടായിരുന്നു. ആദ്യ ഓവറുകൾ ജസ്പ്രീത് ബുംറയ്ക്ക് നൽകാതിരുന്ന നായകൻ സൂര്യകുമാർ യാദവ് ബ്രൂക്ക് ക്രീസിലെത്തിയ ഘട്ടത്തിൽ ബുംറയെ പന്തേൽപ്പിച്ചു. അത് വിജയം കാണുകയും ചെയ്തു. എന്നാൽ ഇവിടെ നന്ദി പറയേണ്ടത് 24 വരെ പിന്നിലേക്ക് ഓടി ക്യാച്ച് കൈപ്പിടിയിൽ ഒതുക്കിയ വൈസ് ക്യാപ്റ്റൻ അക്ഷർ പട്ടേലിനോടാണ്. പിന്നീട് ജേക്കബ് ബദേൽ, വിൽ ജാക്ക് സഖ്യം കളി ഇംഗ്ലണ്ടിന്റെ തീരത്തേക്ക് അടുപ്പിക്കുമ്പോൾ അക്ഷർ പട്ടേലും ശിവൻ ദുബെയും ചേർന്ന് ബൗണ്ടറി ലൈനിൽ നടത്തിയ ഒരു റിലേ ക്യാച്ച് കളിയുടെ ടേണിംഗ് പോയിന്റായി തീരുകയും ചെയ്തു. ഒരു പക്ഷേ ഈ മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങൾ ഏറ്റവും അധികം സന്തോഷിച്ചത് ഈ നിമിഷത്തിലായിരിക്കും. പരിശീലകൻ ഗൗതം ഗംഭീർ ഈ സന്തോഷം തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. വിൽ ജാക്സ് പുറത്തായപ്പോഴും മുംബൈയിലെ റണ്ണുകളും പിച്ചിൽ ഇംഗ്ലണ്ടിന് ജയസാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ ടീമിനെ മറ്റു ടീമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ബുംറ എന്ന ഘടകം ഇവിടെ ഉണ്ടായിരുന്നു. കളിയുടെ ഒഴുക്ക് മാറിയേക്കാവുന്ന തോന്നലിന്റെ പശ്ചാത്തലത്തിൽ ബുംറയുടെ ഓവറുകൾ അവസാനത്തേക്ക് വെച്ച സൂര്യയുടെ തീരുമാനം ഇവിടെ ശരിയായി. ജസ്പ്രീത് ബുംറ എറിഞ്ഞ 18ാം ഓവർ ക്രീസിൽ ഓൾറൗണ്ടറായ സാം കറനും ബദേലും. ഇംഗ്ലീഷ് ടീമിന് ജയിക്കാൻ വേണ്ടത് 18 പന്തിൽ 45 റൺസ് മാത്രം. ഈ ഘട്ടത്തിലാണ് തൻ്റെ വജ്രായുധം സൂര്യ പുറത്തെടുത്തത്. പന്ത് ബുംറയ്ക്ക് കൈമാറിയ തീരുമാനം കളി ഇന്ത്യയുടെ വരുതിയിലേക്ക് എത്തിച്ചു. തൻ്റെ മാരക യോർക്കറുകൾ തുടർച്ചയായി പുറത്തെടുത്ത ബുംറ ആ ഓവറിൽ വഴങ്ങിയത് വെറും 6 റൺസ് മാത്രമാണ്. 19ാം ഓവർ എറിഞ്ഞ ഹാർദിക് പാണ്ഡ്യയും ക്യാപ്റ്റന്റെ വിശ്വാസം കാത്തു. മുംബൈയിലെ റണ്ണൊഴുകും പിച്ചിൽ 4 ഓവറിൽ ബുംറ വഴങ്ങിയത് 33 റൺസ് മാത്രമാണെന്നത് ഇവിടെ നിർണായകമാണ്. അത്രയും ഓവറുകളിൽ 2 വിക്കറ്റുകൾ സ്വന്തമാക്കിയ പാണ്ഡ്യ വഴങ്ങിയത് 38 റൺസാണ്. 2 വിക്കറ്റും സ്വന്തമാക്കി. ശിവൻ ദുബെ എറിഞ്ഞ അവസാന ഓവറിൽ 30 റൺസ് വേണ്ടിയിരുന്ന ഇംഗ്ലണ്ടിനെ തോൽവിയിലേക്ക് തള്ളിവിട്ടത് ആദ്യ പന്തിലെ ജേക്കബ് ബദേലിന്റെ റണ്ണൌട്ടാണ്. ബൗണ്ടറി ലൈനിൽ നിന്ന് പാണ്ഡ്യ കൈപ്പിടിയിൽ ഒതുക്കിയ പന്ത് സഞ്ജുവിലേക്ക് എത്തിച്ചു. മിന്നൽ വേഗത്തിൽ സഞ്ജു സ്റ്റംപിളക്കുകയും ചെയ്തതോടെ ഇംഗ്ലീഷ് പോരാട്ടം ഏറെക്കുറെ അവസാനിച്ചു. സഞ്ജുവിൻ്റെ കൈകളിലേക്ക് പന്തെറിഞ്ഞ് നൽകിയ ഹാർദിക്കിന്റെ തീരുമാനം ഇവിടെ നിർണായകമായി. 3ാം ഓവറിൽ ജോഫ്രോ ആർച്ചറുടെ പന്തിൽ സഞ്ജു സാംസൺ നൽകിയ നിസ്സാര ക്യാച്ച് കൈവിട്ട ഹാരി ബ്രൂക്കാണ് ഇന്ത്യയെ 250 എന്ന സ്കോറിലേക്ക് എത്താൻ സഹായിച്ചത്. 15 റൺസിൽ നിൽക്കുമ്പോഴായിരുന്നു സഞ്ജു നൽകിയ അനായാസ ക്യാച്ച് ബ്രൂക്ക് നിലത്തിട്ടത്. മറിച്ചായിരുന്നു സംഭവിച്ചെങ്കിൽ മുംബൈയിൽ ഇംഗ്ലണ്ട് ശരിക്കുമായിരുന്നു. സഞ്ജുവിൻ്റെ ക്യാച്ച് കൈവിട്ടത് തൻ്റെ വലിയ പിഴവായിരുന്നുവെന്ന് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മത്സരശേഷം തുറന്നു പറഞ്ഞത് ഇവിടെ ശ്രദ്ധേയമാണ്. 42 പന്തിൽ 89 റൺസ് അടിച്ച ഓപ്പണർ സഞ്ജു സാംസണിന്റെ ഇന്നിംഗ്സാണ് ഇന്ത്യയെ വമ്പൻ സ്കോറിലേക്ക് നയിച്ചത്. 8 ഫോറും 7 സിക്സറുകളുമാണ് സഞ്ജു അതിർത്തി കടത്തിയത്. ജോഫ്രോ ആർച്ചറുടെ വെല്ലുവിളി മറികടക്കാൻ സഞ്ജുവിനായതും ഇഷാൻ കിഷൻ പുറത്തായ ശേഷം സൂര്യകുമാർ യാദവിനെ മറികടന്ന് ശിവൻ ദുബെ ക്രീസിൽ എത്തിയതും ഇതുവഴി ആദിൽ റഷീദിനെ കടന്നാക്രമിക്കാനും സഞ്ജുവിനും ദുബെയ്ക്കും സാധിച്ചു. ആദിൽ റഷീദിനെ ഉപയോഗിച്ച് മധ്യ ഓവറുകളിലെ റണ്ണൊഴുക്ക് തടയാമെന്ന ഇംഗ്ലണ്ടിന്റെ മോഹമായിരുന്നു ഇവിടെ തകർന്നത്. പിന്നാലെ ക്രീസിലെത്തിയ ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ എന്നിവർക്ക് ഇതോടെ കത്തിക്കയറാൻ സാധിച്ചു. വലിയ ടോട്ടൽ നേടാൻ ഇന്ത്യയെ സഹായിച്ച ഈ ഘടകങ്ങളാണ്. ബോളിംഗിൽ പ്രതിഫലിച്ച എല്ലാവിധ കുറവുകളും പരിഹരിച്ച ശേഷം മാത്രമാകും ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ ഇറങ്ങുക. പരിശീലകൻ ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും അതിനുള്ള തന്ത്രങ്ങൾ മെനയുമെന്ന കാര്യത്തിൽ സംശയമില്ല.